ഒലീസെ 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 എന്ന് പറഞ്ഞുകൊടുത്തുന്നു ഇപ്പോൾ നേരെ മലക്കം പറയുന്ന കാഴ്ചയാണ് റയൽ മാഡ്രിഡിൻ്റെ അല്ലെങ്കിൽ ഫ്ലോറന്റീനോ പെരസിൻ്റെ 150 മില്യൺ ആ ഒരു ഡീൽ എന്ന് പറയുന്നത്. ഫ്ലോറന്റീനോ പെരസും എൻട്രിക്കെ റിക്കൽമെ ഇവർ രണ്ടുപേരുമായിരുന്നു മറ്റേ എലക്ഷൻ നിന്നുണ്ടായിരുന്നതിൻ്റെ പ്രസിഡൻറ്റ്. കുറച്ച് കാലങ്ങളായിട്ട് ഫ്ലോറന്റീനോ പെരസ് ആണ്. ഓക്കെ, എൻട്രിക്കെ റിക്കൽമെ ഒരു ചലഞ്ചിങ് ആയിട്ട് വന്നതാണ്, അതും വിത്ത് കുറേ വാഗ്ദാനങ്ങളോട് കൂടിയാണ് എൻട്രിക്കെ റിക്കൽമെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വാഗ്ദാനങ്ങൾ കൊടുത്ത് പണ്ട് ലൂയിസ് ഫിഗോനെ ഫ്ലോറന്റീനോ പെരസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വിജയിച്ചതുപോലെ പുള്ളി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എലക്ഷനിൽ 63% 47 ഐ തിങ്ക് ദാറ്റ്സ് ദ റിസൾട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും അഡ്വാൻറ്റേജോട് കൂടി ഫ്ലോറന്റീനോ പെരസാണ് ഈ ഒരു എലക്ഷനിൽ വിജയിച്ചത്. അപ്പോൾ മൊത്തത്തിൽ പെരസിൻ്റെ ഒരു ആധിപത്യം. പക്ഷേ എൻട്രിക്കെ റിക്കൽമെ ചലഞ്ച് കൊടുത്തില്ല എന്ന് പറയാനും പറ്റില്ല. 43% ഓൾമോസ്റ്റ് പുള്ളി വോട്ട് നേടിയിട്ടുണ്ട്. ഓക്കെ, ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇനി ഫ്ലോറന്റീനോ പെരസിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പുള്ളി കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുക. പിന്നെ ഞാൻ ഫുൾ വീഡിയോ പരിപാടിയൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോണ്. വേൾഡ് കപ്പിൻ്റെ വീഡിയോസ് എല്ലാം ഉണ്ടാവും. എൻ്റെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണ്. ചാനൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അതുപോലെ ബെല്ലൈക്കൺ അമർത്താം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻസുകളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം. പുള്ളി വന്നു കഴിഞ്ഞാൽ ഹോസെ മൊറീനോനെ കോച്ചാക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഹോസെ മൊറീനോനെ ഓൾമോസ്റ്റ് എസ് പറഞ്ഞതുപോലെയാണ്. 15 മില്യണാണ് പുള്ളിയുടെ ബെൻഫിക്കയുടെ റിലീസ് ക്ലോസ് എന്ന് പറഞ്ഞത്. അത് പുള്ളി ഓൾമോസ്റ്റ് ട്രിഗർ ചെയ്ത് കൊണ്ടുവരും. ഹോസെ മൊറീനോ ഓൾമോസ്റ്റ് എസ് പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം ഡംഫ്രൈസ് പിന്നെ അതുപോലെ തന്നെ കൊണാട്ടെ ഇവർ രണ്ടുപേരും സൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 2030 വരെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ഡിഫൻസിലോട്ടുള്ളതാണ്. റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഭയങ്കര പത്തറ്റിക്കാണ്. അപ്പോൾ അത് റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിലോട്ട് ഇവർ രണ്ടുപേരെയും കൊണ്ടുവരിക എന്നുള്ളത് അതും സാധനം നടന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഓക്കെ 150 മില്യൻ്റെ ഒരു ബിഡ് പുള്ളി വെക്കും എന്ന് പറഞ്ഞിരുന്നു. ആർക്ക് വെക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. അത് പിന്നെ ഫാബ്രിസിയോ അടക്കം പുള്ളി ആരൊക്കെയോ റെഫറൻസ് ആരൊക്കെയോ ഉദ്ധരിച്ചിട്ട് പറഞ്ഞത് 150 മില്യണ് ബയണിൽ നിന്നും ഒലീസയാണ് വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് വന്നത്, അതിൻ്റെ ന്യൂസൊക്കെ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അപ്പോൾ ബയൺ ഇതിൻ്റെ ക്ലബ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ആയിട്ട് അയക്കുന്നു. എന്താ അയച്ചത്? 200 മില്യൺ ആണെങ്കിൽ പോലും ഒലീസനെ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഓക്കെ, കാരണം ഹീസ് ഇൻ വെരി ഗുഡ് ഫോം. ഇപ്പോൾ ലാസ്റ്റ് ഫ്രാൻസിൻ്റെ മാച്ച് നടന്നത് നമുക്കറിയാം. മാട്രിക് അടിച്ചത് ഒലീസയാണ്. നല്ല ഫോമിൽ നിൽക്കുന്ന ആളാണ്, ക്രൂഷ്യൽ പ്ലെയറാണ്, ബയണിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരാളാണ്. സോ അദ്ദേഹത്തെ 200 മില്യൺ ആയാലും നോട്ട് ഫോർ സെയിൽ എന്നുള്ള കാര്യമാണ് ബയണിൽ നിന്നും അവിടുത്തെ പ്രസിഡൻറ്റ് പറഞ്ഞത്. പക്ഷേ പെരസാണ്, പുള്ളി എന്തും ചെയ്യും എന്നൊക്കെയാണ് നമ്മുടെ എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ്. ടു ബി ഫ്രാങ്ക് പറയാലോ, പെരസ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു പ്ലെയറിനെ കൊണ്ടുവരുമെന്നുള്ളതാണ് എൻ്റെ മൈൻഡ് സെറ്റിൽ. പിന്നെ 150 മില്യണിന് വേറെ ഒലീസിയാണ് മുഴച്ച് നിൽക്കുന്ന പേര് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പ് വരെ വിറ്റീനിയ, ജാവോ നവാസ് ഇവരെയൊക്കെ കൊണ്ടുവരും. ഒരു മിഡ് റയൽ മാഡ്രിഡിൻ്റെ ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവരെ രണ്ടുപേരും കൊണ്ടുവരും എന്നുള്ള രീതിയിലും വാർത്ത വന്നിരുന്നു. അപ്പോഴാണ് PSG കോൺഫിഡൻഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. ജാവോ നവാസ് ആൻഡ് വിറ്റീന ഈസ് നോട്ട് ഫോർ സെയിൽ. ഇവർ രണ്ടുപേരും എത്ര മില്യൺ തന്നാലും സെയിലിനല്ല. കാരണം ഇവർ രണ്ടുപേരും നെക്സ്റ്റ് ഇയറിൽ ഞങ്ങളുടെ പ്രോപ്പർ പ്ലാനിലുണ്ട് എന്നുള്ള കാര്യം PSG ഇറക്കുന്നു. ലൂയിസ് എൻട്രിക്കയുടെ പ്ലാനിൽ ജാവോ നവാസും വിറ്റീനിയും ഉണ്ട് എന്നുള്ള കാര്യം PSG ഇറക്കുന്നു. കാരണം ജാവോ നവാസും വിറ്റീനിയും എത്രത്തോളം പവർഫുള്ളാണ് PSG മിഡിൽ എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോഴും എൻ്റെ മൈൻഡിൽ ഇതാണ്, പെരസാണ് ഇപ്പുറത്തുള്ളത്. പുള്ളി അവിടുന്ന് ബായ്സ് ചെയ്യുന്ന അവിടുത്തെ മെയിൻ പ്ലെയറിനെ റാഞ്ചിയിട്ട് ഇവിടെ റയൽ മാഡ്രിഡിൽ കൊണ്ടുവന്ന ആളാണ്. സച്ച് എ ക്രൂക്കഡ് പ്രസിഡൻ്റാണ് ഫ്ലോറന്റീനോ പെരസ് എന്ന് പറയുന്നത്. പുള്ളി തന്നെ ജയിക്കുള്ളൂ നമുക്കറിയാം, പാപ്പാ പെരസ്. ഓക്കെ, പുള്ളി ജയിക്കും, പുള്ളി ഈ ഒരു 150 മില്യൻ്റെ ബിഡ് വെക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പറഞ്ഞ വാക്ക് പുള്ളി പാലിക്കാറുണ്ട്. അപ്പോൾ അതുമല്ല, ജാവോ നവാസും അല്ല, വിറ്റീനിയല്ല. പിന്നെ എന്താണ് ഈ ഒരു വേൾഡ് കപ്പ് ഇത്രയും ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ റയൽ മാഡ്രിഡിലാണ് ഇത്രയും ഹീറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും അതുമല്ല. അപ്പോൾ പിന്നെ പെരസ് ആരെയാണ് വെക്കാൻ പോകുന്നത്? ഈ ഒരു കാര്യം ഒലീസെ വിറ്റീന ജാവോ നവാസ് ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം നടന്നു. കഴിഞ്ഞ ദിവസം ഇതെല്ലാം ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിയിലാണ് വേറൊരു ബിഡ് വെച്ചത്. റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു ബിഡ് വെച്ചു 150 മില്യൻ്റെ. ഫോർ ഹും? ഒരേ ഒരാൾ, ഫോർ യൂലിയൻ അൽവാരസ്. ആ യൂലിയൻ അൽവാരസിന് 150 മില്യൻ്റെ ബിഡ് വെച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡ് അത് അങ്ങനെ റിജക്റ്റ് ചെയ്തു. ഓൾറെഡി ബാഴ്സലോണ 100 മില്യൺ വെച്ച് റിജക്റ്റ് ചെയ്ത് ബാഴ്സലോണ നാറിയ കേസാണത്. ഓക്കെ, പക്ഷേ റയൽ മാഡ്രിഡ് പറയുന്നു നിങ്ങൾ മാത്രമല്ല ഞങ്ങളുണ്ട് നാറാന്ന് പറയുന്നത്. 150 മില്യൺ വെച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡ് റിജക്റ്റ് ചെയ്തു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എനിക്ക് തോന്നുന്നു അവരുടെ
സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ബാഴ്സലോണയെക്കാട്ടി ഷോക്കായിട്ടാണ് റയൽ മാഡ്രിഡ് വെച്ചത് എന്നാണ്. അങ്ങനെയൊക്കെയാണ് ഫാബ്രിസിയോ പറയുന്നത് കേട്ടോ. ഫാബ്രിസിയോ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ അവിടെ നിന്നുള്ള ദി അത്ലറ്റിക് FC എന്നൊക്കെ പറയുന്ന കുറച്ച് ജേർണലിസ്റ്റ് ഇവരൊക്കെ പറയുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു നരേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാഴ്സിനെക്കാട്ടി മോശമായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ ഫാബ്രിസിയോ എന്ന് പറയുന്നത് കുറച്ചൊരു ബാഴ്സ ചായ്വുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ എടുക്കണം എന്നാണ്. പക്ഷേ പുള്ളി വർക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊഫഷണലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുള്ളി പറയുന്ന ഒരു ഓൾമോസ്റ്റ് കാര്യങ്ങളും ശരിവെക്കാറുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു 95-99 ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് പറയാം. അത്രയും പുള്ളിയെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏത് കാര്യമായാലും ബാഴ്സയുടെ കാര്യം, റയലിൻ്റെ കാര്യമായാലും, PSG കാര്യമായാലും, ബാൻ്റെ കാര്യമായാലും, ഏത് കാര്യമായാലും, ഏത് ട്രാൻസ്ഫേഴ്സ് ആയിക്കോട്ടെ, ഏത് മാനേജറെ സൈൻ ചെയ്യുന്നതായിക്കോട്ടെ, പുള്ളിയെ വിശ്വസിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ കേട്ടോ. ഓക്കെ, സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. അപ്പോൾ 150 മില്യൺ വെക്കുന്നു. ബാഴ്സൻ്റെ നമുക്കറിയാം 100 മില്യൺ വെച്ചു. നോട്ട് ഫോർ സെയിൽ വരുന്നു. ബാഴ്സനെ മറ്റേ യമാൽ, പെഡ്രി, റാഫിന ഇവരുടെ 3 പേരുടെയും ഫോട്ടോ വെച്ച് ബ്രേക്കിംഗ് ന്യൂസ്, ഇങ്ങനെ ഒരു സാധനം ആർക്ക് വേണേലും ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒഫീഷ്യൽ പേജിലിട്ട് ബാഴ്സലോണയെ ഊക്കിവിട്ടതാണ്. റയലിന് അത് ഇതുവരെ നടന്നിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അത് നടന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് വരെ ഒഫീഷ്യൽ ബിഡ് വെച്ചു. പിന്നെ അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് റിജക്റ്റ് ചെയ്തു ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ബാഴ്സ വെച്ചതിനെക്കാട്ടി മോശമായിട്ടാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് വെച്ചത് എന്നാണ്. ഓക്കെ, പക്ഷേ റയൽ മാഡ്രിഡും ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡും അവർ ആ ഒരു മെയിൻ ആൾക്കാർ തമ്മിൽ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വരുന്ന വാർത്തയനുസരിച്ച്. ഓക്കെ, അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഉള്ളിൽ ഇത്രയും അധികം ചൂട് പിടിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജോസെ മൊറീനോയുടെ പ്ലാനിൽ എംബാപ്പെ, വിനി ഇവർ രണ്ടുപേരും ഓഫ് കോഴ്സ് ഉണ്ട്. വിനി എവിടേക്കും പോകുന്നില്ല. പുള്ളി ഈ അടുത്ത് തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. എംബാപ്പയ്ക്ക് ഓൾറെഡി കോൺട്രാക്റ്റ് ഉണ്ട് 5 വർഷത്തേക്ക്. അപ്പോൾ ഇവരെ 3 പേരെയും കൂട്ടിയിട്ട് റോഡ്രിഗോനെ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പുള്ളി നല്ലൊരു അറ്റാക്കറാണ്. ഒരു ഐഡിയ ഇല്ല പുള്ളിന് എന്ത് ചെയ്യുന്നു. നല്ലൊരു സ്ട്രൈക്കർ. എനിക്ക് സ്റ്റിൽ ഇപ്പോഴും ഒരു ഫോർവേഡിനെ കൊണ്ടുവരുന്നതിൽ റയൽ മാഡ്രിഡിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ വേണ്ടത് നല്ലൊരു മിഡാണ്, അല്ലേ? മിഡിലോട്ടൊരാൾ, ഡിഫൻസിലോട്ടൊരാൾ, ഇതാണ് വേണ്ടത്. ഗോൾ കീപ്പർ ഇപ്പോൾ കൂട്ടും, അതവിടെ ഒരു കുന്തങ്കുനയായിട്ട് അത് അവിടെ ഉണ്ട്. അത് മാറ്റി ചേഞ്ച് ചെയ്യുകയൊന്നും വേണ്ട. പുള്ളിക്ക് ഇഞ്ചുറി ആയാൽ മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതി. സ്ട്രൈക്കിങ്ങിലും ഒരു പരിധി വരെ, ഫോർവേഡിലും നല്ല ആൾക്കാരുണ്ട്. മിഡ്, ഡിഫൻസ്, എസ്പെഷ്യലി മിഡ്. അതുപോലെ ഡിഫൻസ് മോശമല്ല. ഇവിടെ 2 പേരാണ് ആൾക്കാർ വേണ്ടത്. ഇപ്പോൾ ഡൺഫ്രൈസ്, കൊണാട്ടെ ഡിഫൻസിൽ പിന്നെയും കൊണ്ടുവന്നു. ഞാൻ പറയണേ നല്ലൊരു CBനും കൂടെ കൊണ്ടുവരണം. ഓക്കെ, എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ മിഡിലാണ് ഭയങ്കര പ്രശ്നങ്ങളുള്ളത്. ഒരു ക്രിയേറ്റീവ് മിഡില്ല. മൊഡ്രിച്ച്, ക്രൂസ് ഇവർ 2 പേരും പോയതിനു ശേഷം ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു മിഡ് അവിടെ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ബോൾ എത്തിച്ചു കൊടുക്കാൻ ഗൂളറുണ്ട്, ചൊമേനി ഉണ്ട്, വാൽവർദെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇവർ തമ്മിൽ നമ്മൾ ആ ഒരു കെസമിറോ, മൊഡ്രിച്ച്, ക്രൂസ് ഇവർ കണ്ടതുപോലെ നമ്മൾ അതൊക്കെയാണ് കണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു വേറെ ഇതുപോലെയാണ്. ഇപ്പോൾ ആ ഒരു എറ തന്നെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഡാനി കർവാളം കൂടി പോയ സമയത്ത് ആ ഒരു എറ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സിനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ അവിടെ റയൽ മാഡ്രിഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഡിൽ നല്ലൊരു ക്രിയേറ്റീവ് ഒരാൾ മതി. ബാക്കി പിന്നെ ഈ വാൽവർദെ, അർദ്ധേക്കുള്ള തൊച്ചമണി ഇവന്മാർ സപ്പോർട്ട് ചെയ്തോളും. തൊച്ചമണി, ചൊമേനി അപ്പോൾ ഇവന്മാർ സപ്പോർട്ട് ചെയ്തോളും. പക്ഷേ ആ ഒരാൾ, മെയിൻ ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ വേണം. അതൊരു വലിയ പ്രശ്നമാണ്. അവിടെയാണ് ഒരാളെ കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഫോർവേഡിലോട്ട് ഇപ്പോൾ അൽവാരസിനെയും പിന്നെ അതുപോലെ തന്നെ ഒലീസ കൊണ്ടുവന്നാൽ പിന്നെ കുഴപ്പമില്ല. അൽവാരസിനെ ഇനി എന്തിനാ? എംബാപ്പയോടെ സ്ട്രൈക്കറായിട്ടുണ്ട്. ഇനി എൻട്രിക്ക് വരാനുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത്രയും ആൾക്കാരുണ്ട്. ഇനി മസ്തൻതുവാനും അവിടെ ഉണ്ട് റൈറ്റ് വിങ് ആയിട്ട്. പക്ഷേ പുള്ളിനെ മസ്തൻതുവാനെ ലോണിൽ പറഞ്ഞേക്കാണെന്നൊക്കെ അങ്ങനെയും വാർത്തകൾ വരുന്നുണ്ട്, അങ്ങനെയും ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഫോർവേഡിലെ ആൾക്കാർ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ വേണ്ടത് മിഡാണ്. മിഡ്, ഡിഫൻസ്, ഇത് രണ്ടിലാണ് മെയിനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടത്. അത് പേരസ് കുറച്ച് പൈസ കൊടുത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായേനെ. റയൽ മാഡ്രിഡിൻ്റെ ഇതുവരെയുള്ള ഒരു കളി കണ്ടിട്ട് എനിക്കത് തോന്നുന്നു. മിഡിൽ അതുപോലെ ബെല്ലിങ്ങാമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവന്മാർ തമ്മിലൊരു സിങ്ക് കിട്ടുന്നില്ലടേ. അതാണ് വലിയൊരു പ്രശ്നം. ഓക്കെ, നമ്മൾ ആ ഒരു 2023-24 സീസണിൽ ക്രൂസ് നമ്മൾ ആ ഒരു മിഡിനെ ഹാൻഡിൽ ചെയ്തല്ലോ. ബെല്ലിങ്ങാം ആയിക്കോട്ടെ, വാൽവർദേൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ആ ഒരു ഇവരവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിലേക്ക് ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞൊരു കുന്തങ്കുനയായിട്ട് അല്ലെങ്കിൽ ഒരു പക്ക ക്രിയേറ്റീവ് പ്ലെയറായിട്ട് അവിടെ ക്യാപ്റ്റൻസി മിഡിൽ നയിക്കാനായിട്ട് ക്രൂസ് അവിടെ ഉണ്ടായിരുന്നു. ക്രൂസിന് പോയപ്പോൾ മിഡ് അട്ടപ്പെട്ടെല്ലാം തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, പലരും എംബാപ്പയ്ക്ക്, ഞാനടക്കം കുറേ പേര് പറഞ്ഞിരുന്നു ഒരു പരിധി വരെ ഉണ്ട്. ഇല്ല എന്നൊന്നും ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. അവർ നമ്മൾ വിനി എംബാപ്പെ നമ്മളുടെ ഈഗോ അവിടെ ഉണ്ട്. വിനി FC, എംബാപ്പെ FC എന്ന് പറഞ്ഞൊരു സാധനം പരിപാടി അവിടെ ഉണ്ട്. ഇല്ല എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല മെയിൻ പ്രശ്നം. ഇവിടെ മിഡിൽ ഒരു പ്രശ്നമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല, എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഇടയിൽ ചൂട് പിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയൊക്കെയാണ് റയൽ മാഡ്രിഡിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേൾഡ് കപ്പ് മാച്ചസ് പാക്കലാം. താങ്ക് യു സോ മച്ച്.